ഹായ് ഗൈസ്, നമ്മളിന്ന് ഇറ്റാച്ചി ഉച്ചിയെ പറ്റിയാണ് കാണുന്നത് ഗൈസ്. ഇറ്റാച്ചി ഉച്ചിക എന്ന് പറഞ്ഞ ഷിനോബി അതാവെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഉച്ചിക, അതാവെന്ന് വെച്ചാൽ ദ കില്ലർ ഓഫ് ദി ഉച്ചിക എന്ന് പറയപ്പെടുന്ന ഇറ്റാച്ചി ഉച്ചികയുടെ സ്റ്റോറിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഗൈസ്. ഇറ്റാച്ചി ഉച്ചിക ആരാണെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇറ്റാച്ചി ഉച്ചിക വലിയൊരു ഷിനോബി ആയിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവരൊക്കെ നോർക്കും ഇറ്റാച്ചി ഉച്ചിക സാസ്കെ എന്ന അവൻ്റെ അനിയൻ്റെ കൈ കൊണ്ട് ചത്തതുകൊണ്ട് ഇറ്റാച്ചി വീക്കാന്ന് എല്ലാവരും കരുതും. റിയലി ഇറ്റാച്ചി തന്നെയാണ് അവനെ കൊല്ലാൻ സമ്മതിച്ചു കൊടുത്തത്. റിയലി ഇറ്റാച്ചി കുറച്ചു പോലും പവർ അവിടെ യൂസ് ചെയ്തിരുന്നില്ല എന്നേ പറഞ്ഞിടത്തുള്ളൂ. കാരണം അവൻ യൂസ് ചെയ്തിരുന്നില്ല. അതെല്ലാവർക്കും അറിയാം ഗൈസ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഇറ്റാച്ചിയുടെ ഒറിജിൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അതേ ഇറ്റാച്ചി ഉച്ചിക പറന്ന് വളരുന്നു. അതിനുശേഷം അവൻ ഒരു കുറേ പ്രാക്ടീസൊക്കെ ചെയ്യുന്നു അവൻ നിഞ്ചായിനായിട്ട് ഉള്ള. അതിനുശേഷം അവൻ്റെ അനിയൻ പിറക്കുന്നു. അവന് ഭയങ്കര സന്തോഷമാവുകയാണ്. അവൻ്റെ അനിയൻ ആരുടെ അടുത്ത് പോകുന്നില്ല. അത് സാസ്കെ അവൻ്റെ അടുത്ത് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ഒരു ഇതായിട്ടിരിക്കുന്നു. അതിനുശേഷം അവൻ ഭയങ്കര വലുതാകുന്നു, ഭയങ്കര പവർഫുൾ ആകുന്നു. അവൻ്റെ എല്ലാ സംഭവങ്ങളും ആക്റ്റീവ് ആകുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അവൻ്റെ ഷെറിങ്കൻ അല്ലാതെ എല്ലാ സംഭവവും ഷെറിങ്കൻ എല്ലാം ആക്ടിവേറ്റ് ആകുന്നു. അവൻ്റെ അനിയൻ വലുതായി കഴിഞ്ഞു. അതിനുശേഷം അവൻ്റെ സുസാരി ആക്റ്റീവ് ആകുന്നു. അതിനുശേഷം അവനാണ് ഒരു വിവരം അറിയുന്നു. അവന് പെട്ടെന്ന് വിവരം എത്തിച്ചേരുകയാണ്. ഉച്ചിക ക്ലാൻ ഈ ലീഫ് വില്ലേജിലുള്ളവരെ എല്ലാവരെയും കൊന്നിട്ട് ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ പോവുകയാണെന്നുള്ളൊരു കാര്യം. അതിനുശേഷം അവൻ ഒത്തിരി സങ്കടമാവുകയാണ്. നേരെ അവൻ പോകുന്നു. അവനാണെങ്കിൽ മദാറ ഉച്ചിക സഹായിക്കുന്നു. റിയലി മദാറ ഉച്ചികയല്ല, അത് ഒബീറ്റോ ഉച്ചികയാണ്. മദാറയുടെ വേഷത്തിൽ ഇറ്റാച്ചിയെ സഹായിക്കുന്നതാണ് ഒബീറ്റോ. അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഇറ്റാച്ചിനെ ഒബീറ്റോ സഹായിക്കുന്നു. എന്തായാലും ഒരു സഹായം അവന് ആവശ്യപ്പെടുന്നുണ്ട്. അതിലൊരു സഹായമായി ഒബീറ്റോ ഒരു സഹായമായി നിൽക്കുന്നു. റിയലി ഇറ്റാച്ചി ഉച്ചിക ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് എല്ലാവരും കൊല്ലുന്നു. അതേപോലെ തന്നെ ഒബീറ്റോ അതിന് സഹായമായി കുറേ പേരെ കൊല്ലുന്നു. അങ്ങനെ ഇറ്റാച്ചി ആണെങ്കിൽ അവരുടെ അച്ഛനെയും അമ്മയും ലാസ്റ്റായിട്ട് കൊല്ലുകയാണ് കരഞ്ഞുകൊണ്ട്. അവരുടെ അച്ഛനും അമ്മയും പറയുന്നു, നീ എടുത്ത് നിൽക്കുന്ന തീരുമാനം ഞങ്ങൾക്കറിയാം, നീ ഒന്നും പറയാതെ ഞങ്ങളെ കൊന്നു കളയൂ. ഞങ്ങൾ എടുക്കുന്ന തീരുമാനം നിനക്കറിയാം, ഞങ്ങൾ ഇതുപോലെ ചെയ്യാൻ പോവുകയാണ് നിനക്കറിയാം. അതുകൊണ്ട് നീ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ കൊല്ലാനാ വന്നേ, നിനക്കറിയാം. ലെറ്റ്സ് ഡു ദിസ് എന്ന് പറയും. അപ്പോൾ അവരാണെങ്കിൽ കത്തി പിടിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ പപ്പ പറയും, ഹരി അപ്പ്, ലെറ്റ്സ് ഡു ദിസ് എന്ന് പറയും. എന്നിട്ട് അവൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് കത്തിയെടുത്ത് വെച്ച് രണ്ടുപേരും രണ്ടായിട്ട് വെട്ടിക്കളയുകയാണ്. അതിനുശേഷം ഫുഗാക്കു മിഗോട്ടോയും മരിക്കുന്നു. അതിനുശേഷം ഇറ്റാച്ചി ഉച്ചിക ഭയങ്കര പവർഫുൾ ആവുന്നു, വലുതാവുന്നു. അവരുടെ അനിയനെ കൊല്ലത്തില്ല. കാരണം അനിയനെ കൊല്ലാതെ തന്നെ മറ്റുള്ളവരെയൊക്കെ കൊല്ലുന്നു. കാരണം അനിയനെ കൊല്ലാൻ പാടില്ല. അവന് കൊല്ലാൻ മനസ്സില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അനിയൻ അതിനകത്ത് ഉൾപ്പെടുന്നില്ലല്ലോ. അനിയൻ ഒരു ഇതല്ലല്ലോ. സത്യത്തിൽ പറഞ്ഞാൽ ഷെറിങ്കൻ യൂസ് ചെയ്താൽ അനിയനെ കൊല്ലേണ്ടി വരും. ഷെറിങ്കൻ യൂസ് ചെയ്തില്ലെങ്കിൽ അനിയനെ കൊല്ലേണ്ട ആവശ്യമില്ല. അതാണ് ഇതിനകത്ത് വലിയൊരു കാര്യമായിരിക്കുന്നത് ഗൈസ്. അവൻ ഷെറിങ്കൻ യൂസ് ചെയ്ത് തന്നെ അവൻ്റെ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. ഇത്ര പവർഫുള്ളായിട്ട് അവൻ ഷെറിങ്കൻ ഇല്ലാതെ തന്നെ ഇത്രയും ഉച്ചികാസിനെ കൊന്നിരിക്കുന്നു. പക്ഷെ ഉച്ചിയുടെ അടുത്ത് എത്ര ഷെറിങ്കൻ എന്ന് ഓർത്തൊക്കെ അത്ര പവർഫുൾ ആവുന്നു. മദാറ ഉച്ചിയുടെ പവർ ഒബീറ്റോയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒബീറ്റോവും ഭയങ്കര പവർഫുള്ളായിട്ട് തന്നെ ചെയ്യുന്നു. അങ്ങനെ ഒരു ഇതാണ് അവിടെ നടക്കുന്നത് ഗൈസ്. അതിനുശേഷം ഇറ്റാച്ചി ഉച്ചിക ഭയങ്കര സുസാനു അവയ്ക്കം ചെയ്യുന്നു. എന്നിട്ട് അവൻ്റെ ഷെറിങ്കനെ ഇനിയും കൂടി കുറച്ച് പവർഫുള്ളായിട്ട് അവന് വലിയൊരു ജുത്സു കിട്ടുകയാണ്. അതാണെന്ന് വെച്ചാൽ അമതെറാസു എന്ന് പറയുന്ന ജുത്സു കിട്ടുകയാണ്. അത് നേരെ സാസ്കെ വളരുമ്പോൾ സാസ്കയ്ക്ക് ആ ജുത്സു കിട്ടുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അത് നമുക്ക് പിന്നെ അതിനകത്ത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ സാസ്കയെ കുറിച്ച് പറഞ്ഞിരുന്നു. സാസ്കയ്ക്കകത്ത് അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഉച്ചിക ഇറ്റാച്ചി അത്ര പവർഫുൾ ആയിട്ടുള്ള ഉച്ചിക ഇറ്റാച്ചി എല്ലാ ഉച്ചികാസിനെ നശിപ്പിച്ചിട്ട് ലീഫ് വില്ലേജിനെ തന്നെ എൻ്റയർ ലീഫ് വില്ലേജിനെ തന്നെ രക്ഷിക്കുകയാണ് ഗൈസ്. അത്രയും നല്ലൊരു ഉച്ചികയായിരുന്നു അവൻ. അതിനുശേഷം അവൻ്റെ അനിയനായ സാസ്കേനെ അവൻ എപ്പോഴും ഇരുന്ന് നോക്കുന്നു. പക്ഷെ അനിയനെ അറിയില്ല ഇറ്റാച്ചി ഉച്ചിക നമ്മുടെ ചേട്ടനടുത്ത് തന്നെ നിൽപ്പുണ്ടെന്ന്. പക്ഷെ ഇറ്റാച്ചി ഇടയ്ക്കിടയ്ക്ക് വരുന്നു, അവനെ കാണുന്നു. പക്ഷെ അവൻ ഫൈറ്റ് ചെയ്യാൻ നോക്കുകയാണ് സാസ്കെ. അതിനുശേഷം ഭയങ്കര പവർഫുൾ ആകുന്നു നമ്മുടെ ഇറ്റാച്ചി. എന്നിട്ട്
വലുതായതിനു ശേഷം സാസ്കെ തന്നെ ഇറ്റാച്ചിയെ കൊല്ലാൻ വരുന്നു. ലീഫ് വില്ലേജിന്റെ പ്രതികാരം ഞാൻ മീട്ടും, ലീഫ് വില്ലേജിനെ കൊന്നതിന് ഇറ്റാച്ചി എടുത്ത് ഞാൻ പ്രതികാരം മീട്ടും എന്ന് പറഞ്ഞ് അവൻ ഇറ്റാച്ചിയെ കൊല്ലാൻ പോവുകയാണ്. അതിനുശേഷം ഇറ്റാച്ചിയെ കൊന്നു. കാരണം ഇറ്റാച്ചി ഒന്നും വിട്ടുകൊടുത്തതല്ല, പക്ഷെ ഇറ്റാച്ചി വിട്ടുകൊടുത്തതാണ്. ഇറ്റാച്ചിക്ക് പവർഫുള്ളാണ്. ഇറ്റാച്ചി ഒന്ന് ഊതിയാ പറക്കുന്നതേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ തൻ്റെ അനിയനെ അടിക്കണമെന്ന് അവന് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവൻ വിട്ടുകൊടുത്തു. അതിനുശേഷം അവൻ അങ്ങ് കൊന്നു കളഞ്ഞു ഇറ്റാച്ചിയെ. അതിനുശേഷം ഇറ്റാച്ചി ആണെങ്കിൽ വലിയ പവർഫുൾ ആകുന്നു. എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് ചെയ്യാൻ കഴിയും. അത്രയും വലിയ പവർഫുൾ ആകുന്നു. എന്നിട്ട് സാസ്കെ കൊല്ലുന്നതിന് മുന്നിട്ട് ഒന്ന് ചോദിക്കുകയാണ്, നിന്നെ ആരാണ് ഉച്ചിക ക്ലാനിൽ സഹായിച്ചത്? അത് സഹായിച്ചതെന്നല്ല അവൻ ചോദിക്കുമ്പോൾ അവൻ പറയാണ്, ദറ്റ് മാൻ ഹി ഹെൽപ്സ് മീ ടു ഡിഫീറ്റ് ആൾ ഉച്ചിഹാസ് എന്ന് പറയും. അപ്പോൾ ഹൂ ഇസ് ദറ്റ് മാൻ എന്ന് നമ്മുടെ സാസ്കെ ചോദിക്കുമ്പോൾ പറയും, ഇറ്റ്സ് മദാറ ഉച്ചിഹ എന്ന് പറയും. അപ്പോഴാണ് അവന് ഭയങ്കര പേടി വരികയാണ്, കുറച്ച് ഫിയർ അവൻ്റെ മുഖത്തിൽ വരികയാണ്. അവൻ ഇറ്റ്സ് മദാറ ഉച്ചിഹ എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഭയങ്കര ഇതാകുന്നു. അവൻ അത്രയും പവർഫുൾ ആകുന്നു. അതിനുശേഷം നറൂട്ടോയിനെയും രക്ഷിക്കാൻ വരുമ്പോഴും കുറാമ ഒരു വേർഡ് പറയായിരുന്നു. നറൂട്ടോയും ഇറ്റാച്ചി അവിടെ നിൽക്കുമ്പോൾ, നിന്റെ യുവർ ചക്ര ഐസ് ലുക്ക് ലൈക്ക് മദാറാസ് എന്ന് പറയും. അപ്പോഴാണ് ഇറ്റാച്ചി പിന്നെയാണ് കുറാമ പറയും, നിന്റെ ചക്ര കാണാൻ ഇറ്റാച്ചിയെ പോലെ, നിന്റെ ചക്ര കാണാൻ മദാറയുടെ ചക്രയെ പോലെ ഇരിക്കുന്നു. പണ്ടുള്ള മദാറയുടെ അതേ ചക്രയാണ് നിന്റെ അകത്തിരിക്കുന്നത്. നീ എന്നെ ഇപ്പം ചെയ്യുന്നത് പോലെ തന്നെ പണ്ട് മദാറയുടെ ചക്ര ഇതേപോലെ തന്നെയായിരുന്നു. യു ആർ ലുക്ക് ലൈക്ക് മദാറ ആൻഡ് യുവർ ചക്രാസ് ലുക്ക് ലൈക്ക് മദാറാസ് എന്ന് പറയും. അങ്ങനെയാണ് അവൻ ഭയങ്കര പവർഫുൾ ആയി മദാറയെ പോലെ തന്നെ. അതായത് റിയലി പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ അവന് തേർഡ് ലീഡർ ആകാൻ പറ്റുമായിരുന്നു. ഫുഗാക്കുവിന് ശേഷമുള്ള തേർഡ് ലീഡർ ആകാൻ പറ്റുമായിരുന്നു. അത്രയും വലിയ പവർഫുൾ ആകുന്നു. അതിനുശേഷം വീണ്ടും റിയാനിമേഷൻ ചെയ്ത് കൊണ്ടുവരുന്നു. നമ്മുടെ റിയാനിമേഷൻ ജുട്സുവിൽ നമ്മുടെ ഇറ്റാച്ചി വരുന്നു. അതിനുശേഷം എല്ലാം ചെയ്യുകയാണ്. നമ്മുടെ സാസ്കെ ആണെങ്കിൽ കൊല്ലാനായിട്ട്, അതായത് ലീഫ് വില്ലേജിനെ നശിപ്പിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ മുന്നിലോട്ട് ഇറ്റാച്ചി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരികയാണ്. അത്രയും വലിയ പവർഫുൾ. എന്നിട്ട് നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ റിയാനിമേഷൻ ജുട്സു തിരിച്ചു വരുന്നു. റിയാനിമേഷൻ ജുട്സു തിരിച്ചു വന്നതിന് ശേഷം മദാറയാണെങ്കിൽ ആ റിയാനിമേഷൻ ജുട്സുവിനെ റിലീസ് ചെയ്യുന്നു. പക്ഷെ ലാസ്റ്റ് നമ്മുടെ ഇറ്റാച്ചി ഇത് കാരണമാണ് പറയുന്നത്, ഇറ്റാച്ചിയുടെ ചക്ര മദാറയുടെ അത്രയും ഉണ്ടെന്ന് കുറാമ പറയാനൊരു കാരണമുണ്ട്. ഇതിലോട്ടൊന്ന് ചെക്ക് ചെയ്യൂ ഗൈസ്. ഇറ്റാച്ചി, അതായത് മദാറ റിലീസ് ചെയ്ത റിയാനിമേഷൻ ജുട്സുവിനെ ഇറ്റാച്ചി സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഒന്ന് ഗൈസ് ഒന്ന് ഓർത്ത് നോക്ക്. അപ്പം മദാറയുടെ അത്ര ചക്ര ഉണ്ടായത് കൊണ്ടാണ് ഇറ്റാച്ചി കാര്യം ചെയ്തത് ഗൈസ്. ഇറ്റാച്ചി കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. മദാറയെക്കാട്ടിലും പവർഫുൾ എന്ന് വെച്ചാൽ മദാറയെക്കാട്ടിലും പവർഫുൾ അല്ല, മദാറ ഇറ്റാച്ചിയെക്കാട്ടിലും പവർഫുൾ അല്ല, രണ്ടുപേർക്ക് ഈക്വൽ പവറാണ്. ഇത് കാരണമാണ് കുറാമ അങ്ങനെ പറഞ്ഞത് ഗൈസ്. കുറാമ പറയാനൊരു കാരണം ഉണ്ടായിട്ടാണ്. ഈ റിലീസ് ചെയ്യാനുള്ള പവർ മദാറയ്ക്കുണ്ടെങ്കിൽ അപ്പോൾ ഇറ്റാച്ചി അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ മദാറ റിലീസ് ചെയ്യാനുള്ള ചക്ര മദാറയുടെ കയ്യിലുണ്ട്, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചക്രയും ഇറ്റാച്ചിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗൈസ് ഒന്ന് ഓർത്ത് നോക്കി, ഇത് കാരണമാണ് പറഞ്ഞത്. അപ്പോൾ റിലീസ് ചെയ്യാനും ചക്ര വേണം, സ്റ്റോപ്പ് ചെയ്യാനും ചക്ര വേണം. അപ്പോൾ രണ്ടുപേർക്കും ഒരേ ചക്രയാണ് ഗൈസ്. അപ്പോൾ ഇതിൽ ആരാണ് പവർഫുൾ എന്ന് നോക്കിയാൽ രണ്ടുപേരും തന്നെയാണ് ഗൈസ്. ഇതാണ് ഇത്ര പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇറ്റാച്ചി സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് റിയാനിമേഷൻ ജുട്സു വന്നവരെല്ലാവരും പോകുന്നു. എന്നിട്ട് ഇറ്റാച്ചി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോകുന്നു. ഇനിയും അത് അത്ര പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇറ്റാച്ചി സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും നമ്മുടെ ഇറ്റാച്ചിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം അത് ഇനി സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഇതാകും, അത് ഭയങ്കര ഒരു പ്രശ്നമായി മാറും. മദാറയുടെയും മറ്റുള്ളവരുടെയും ഇനി തുടങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ഇറ്റാച്ചി സ്റ്റോപ്പ് ചെയ്തത് കാരണം ഇങ്ങനെ എല്ലാവരും പോയി.
അത് അങ്ങനെയാണ് ഗൈസ്. മദാറയുടെ ചക്ര ഇറ്റാച്ചി കൊണ്ടെന്ന് പറയാൻ അതാണ് കാരണം. ഇതാണ് കാരണം. ഓക്കെ ഗൈസ്, നമുക്ക് എന്നാ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ ടാറ്റാ. താങ്ക് യു ഫോർ ബൈ ബൈ, താങ്ക് യു ഫോർ സബ്സ്ക്രൈബ് ആൻഡ്